2023 കേരള ഭൂപതിവ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയായിരുന്നു കോലാഹലങ്ങൾ? അരാഷ്ട്രീയ സംഘടനകൾ പ്രശ്നമുണ്ടാക്കുന്നു. സർവമാന ഭൂപ്രശ്നങ്ങളും പരിഹരിക്കാൻ കൊണ്ടുവന്ന ഭൂപതിവ് നിയമ ഭേദഗതി ഗവർണർക്ക് കത്തുകൊടുത്ത് മുടക്കി. ഗവർണർ ഒപ്പിട്ടാൽ കേരളത്തിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രശ്നങ്ങളും അതോടെ പരിഹരിക്കപ്പെടും എന്നൊക്കെയായിരുന്നല്ലോ സഖാക്കളുടെ വീരവാദം. സഖാക്കളെ, ഗവർണർ നിയമ ഭേദഗതിയിൽ ഒപ്പുവെച്ചിട്ട് മാസം കുറയായില്ലോ, എന്താ ചട്ടമുണ്ടാക്കാത്തത്? സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് പട്ടയ ഉടമകളെ പ്രതിസന്ധിയിലാക്കിയ 1964 ചട്ടം ഭേദഗതി ചെയ്ത് പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ജനങ്ങളെ കൊള്ളയടിക്കാൻ ലക്ഷ്യമിട്ട് നിയമ ഭേദഗതി കൊണ്ടുവന്ന് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കിയിട്ട് നായ്ക്ക് പുതിയ തേങ്ങ കിട്ടിയതുപോലെ നിയമത്തിൽ അടയിരിക്കാതെ ചട്ടമുണ്ടാക്കൂ സർക്കാരെ. അതിന് കഴിയുന്നില്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ജനങ്ങളോട് ഈ സർക്കാരിന് ഇനി എന്തെങ്കിലും പ്രതിബദ്ധത അവശേഷിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഭേദഗതി ചെയ്ത ഭൂപതിവ് നിയമ ഭേദഗതി ആദ്യം റദ്ദ് ചെയ്തിട്ട് 1964 ഭൂപതിവ് ചട്ടത്തിലെ 4-ാം ചട്ടം ഭേദഗതി ചെയ്ത് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ വളരെ നിസാരമായി ഈ പ്രശ്നം അവസാനിപ്പിക്കണം. പ്രൈം ടൈം ഡിബേറ്റിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രൈം ടൈം ഡിബേറ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് മാത്യു വർഗീസ്, കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, മാധ്യമ പ്രവർത്തകൻ VB രാജൻ, അതിജീവന പോരാട്ട വേദി പ്രതിനിധി PM ബേബി എന്നിവരാണ്. 64 ഭൂപതിവ് ചട്ട ഭേദഗതിയായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയം. എന്നാൽ പിന്നീട് നിയമം ഭേദഗതി തന്നെ ചെയ്യും എന്നായിരുന്നു. നിയമം ഭേദഗതി ചെയ്തു. മാത്യു വർഗീസ്, ഈ നിയമ ഭേദഗതി ചെയ്തതിനുടൻ തന്നെ ഗവർണർ ഒപ്പുവെക്കാത്തത് കൊണ്ടാണ് നിയമ ഭേദഗതി ചട്ടം ഉണ്ടാക്കാത്തത് എന്നായിരുന്നു പറഞ്ഞത്. ഇപ്പം ചട്ട ഭേദഗതിക്ക് നിയമം പാസ്സായതിനു ശേഷം 6 മാസം കഴിഞ്ഞിരിക്കുന്നു. ഈ ചട്ട ഭേദഗതി എന്നുണ്ടാകും എന്നത് സംബന്ധിച്ച് കിസാൻ സഭയ്ക്ക് എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ചട്ടഭേദഗതി താമസിയാതെ ഉണ്ടാകുമെന്നാണ് ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ചട്ടഭേദഗതി എത്രയും വേഗം ചെയ്യണം, നടപ്പാക്കണം എന്നുള്ളതാണ് കിസാൻ സഭയുടെ അഭിപ്രായം. അല്ല മാത്യു വർഗീസ്, ഇതിപ്പോ ഒരു എന്തിനാണ് ഇത്ര താമസം? അതായത് ചട്ട ഭേദഗതി ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റിന്റെ പ്രഖ്യാപനം. ഇപ്പൊ ഇടുക്കിയിലെ ജനങ്ങളെയും കേരളത്തിലെ ജനങ്ങളെയും 60 ഭൂപതിവ് ചട്ട നിയമം അനുസരിച്ച് പട്ടയം കിട്ടിയ ആളുകളെല്ലാം ഇപ്പോൾ ഉദ്ധരിക്കുന്നതായിരുന്നല്ലോ വാഗ്ദാനം. ഇത് എല്ലാത്തിനും തടസ്സം ഗവർണറായിരുന്നു. ഇവിടുത്തെ അരാഷ്ട്രീയവാദി സംഘടനകളുമാണ് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഈ കാര്യത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇനി എന്താണ് ന്യായീകരണമുള്ളത്? എന്തുകൊണ്ടാണ് ചട്ടം ഉണ്ടാക്കാത്തത്? ചട്ടം ഉണ്ടാക്കുന്നതിന് എന്താണ് തടസ്സം? വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് ഇടുക്കി ജില്ലയിലെ ഇടുക്കി ജില്ല വിടുക. അതായത് സങ്കീർണത എന്താണ് സങ്കീർണത? ഞാൻ ചോദിക്കുന്നത് എന്ത് സങ്കീർണതയാണ് 1960 ഭൂപതിവ് നിയമത്തിലുള്ളത്? എന്ത് സങ്കീർണത? ആ നിയമത്തിന് എന്താണ് പ്രശ്നം? നിയമത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ആ പ്രശ്നം എന്താണ്? അങ്ങനെ ആ പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ നിയമം തന്നെ ഭേദഗതി ചെയ്തു. ഇനി എന്തിനാണ് പ്രശ്നം? എന്താണ്? ഈ ഇടുക്കിയെ മാത്രമല്ല, 14 ജില്ലകളിലും ഈ 64 ചട്ടം അനുസരിച്ച് പട്ടയം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ ബാധകമായ വിഷയത്തിൽ ഇടുക്കിയെ മാത്രം ക്യാച്ച് ചെയ്തുകൊണ്ട്, ഇടുക്കിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ ഒരു അജണ്ട വയ്ക്കുന്നത്? എന്തുകൊണ്ടാണ്? തങ്കച്ചന് ഈ വിഷയത്തെ ലഘൂകരിച്ച് കാണും പോലെ എനിക്ക് കാണാനോ സർക്കാരിന് കാണാനോ കഴിയാത്തത് കൊണ്ടാണ്. കാരണം നിരവധിയായ പ്രശ്നങ്ങളാണ് ഈ നമ്മുടെ ജില്ലയിലെ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതെല്ലാം പട്ടയവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ്. പട്ടയവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളായതുകൊണ്ട് തന്നെ ഇതിനെല്ലാം പരിഹാരം കാണാൻ വേണ്ടിയാണ് ഗവൺമെൻറ് നിയമം തന്നെ ഭേദഗതി ചെയ്തത്. അടിസ്ഥാനപരമായി അത്തരമൊരു ഭേദഗതി നടത്തി ചട്ടങ്ങളിൽ ഗവൺമെൻറ്റിന് ഭേദഗതി നടത്താൻ ഉള്ള അധികാരം ലഭിച്ചു. ആ നിയമ ഭേദഗതി ഗവർണറെ ഒപ്പുവെക്കാതിരിക്കുകയും പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒപ്പുവെക്കുകയും ആ ഒപ്പുവെച്ച് കഴിഞ്ഞുള്ള ഒരു സമയത്ത് അതിൻ്റെ ഭേദഗതികൾ തയ്യാറാക്കുന്ന നടപടികളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ അതിദാരുണമായ പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായി
സർക്കാർ ദുരന്തമൊക്കെ വയനാട്ടിലൊക്കെ പ്രകൃതി ദുരന്തമൊക്കെ ഈ വയനാട്ടിൽ മാസമല്ലേ ഇല്ലെന്നേ, അങ്ങനെയൊക്കെ പറയാതെ വയനാട്ടിൽ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കാര്യം ചെയ്യേണ്ട റവന്യൂ മന്ത്രി അവിടെ സ്ഥിരതാമസമായി. അതിനൊക്കെ സമയമായിരുന്നല്ലോ. അല്ല റവന്യൂ അല്ല എന്താണ് പറഞ്ഞത്, റവന്യൂ മന്ത്രി നിയമസഭയിൽ പറഞ്ഞാൽ ഗവർണർ ഒപ്പുവെച്ചാൽ അടുത്ത ആഴ്ച ഞങ്ങൾ ഒപ്പുവെച്ച് ഇത് ചട്ടം ഉണ്ടാക്കിയിരിക്കും എന്നാണ് പറഞ്ഞത്. റോഷി അഗസ്റ്റിൻ പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു, ജില്ലയിലെ ഇടതുപക്ഷ അടുത്ത ആഴ്ച ഇവരാരും പറഞ്ഞിട്ടില്ല. എത്രയും വേഗമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് കുറച്ച് കാലതാമസം എന്ന് പറയുന്നത് അതിന് കുറച്ച് ടൈം ലൈനില്ലേ എത്രയും വേഗം എന്ന് പറയുന്നത് ഇന്നോ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമോ അല്ലെങ്കിൽ 2 ആഴ്ചയോ അല്ലെങ്കിൽ 3 വർഷമോ 4 വർഷമാണോ? അതാണ് എത്രയും വേഗം. അതെന്ത് വേഗമോ? അല്ല, എത്രയും വേഗമാകും നടപ്പാക്കുമെന്നാണ് ഗവൺമെന്റ് നിലപാട്. അതിനുണ്ടായ തടസ്സമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ട റവന്യൂ മന്ത്രി വയനാട് കേന്ദ്രീകരിക്കേണ്ടി വന്നത്. അതിന്റെ ഒരു നടത്തിപ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുകയും ഇതിനിപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഏതാണ്ട് കുറെ ഒരു കരട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ കരട് പരിശോധിച്ച് അതിന്മേൽ തീരുമാനമെടുക്കുകയും വലിയ താമസമില്ലാതെ അത് നടപ്പാക്കുകയും ചെയ്യും എന്നാണ് എന്റെ പ്രതീക്ഷ. ബേബി അതിജീവന പോരാട്ട വേദിയും അടക്കമുള്ള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അടക്കമുള്ള ആളുകളുടെ ഒരു പ്രതീക്ഷ ഒന്ന്, നിങ്ങൾക്ക് ഈ നിയമ ഭേദഗതിയെ തന്നെ നിങ്ങൾ അനുകൂലിച്ചിരുന്നില്ല, അതിന്റെ ന്യൂനതകൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നത് നിയമം ഭേദഗതി ചെയ്തു, അത് ഗവർണർ നിങ്ങളുടെ പരാതി കൊണ്ടാണ് ഗവർണർ അത് പിടിച്ചു വെച്ചതെന്ന് പറയുന്നു. ഇപ്പോൾ ഇതാ ഗവർണർ ആ നിയമത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ആ നിയമത്തിൽ ഒപ്പുവെക്കുന്ന സമയത്തൊക്കെ പറഞ്ഞ അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അതിവേഗത്തിൽ എന്നാണ് അത്. ഈ അതിവേഗം എന്ന് പറയുന്നതിന് മാത്യു വർഗീസിന് ഇപ്പോൾ വ്യക്തതയില്ല. നിങ്ങൾ ഈ കാര്യത്തിന്റെ അകത്ത് എന്താണ് മനസ്സിലാക്കുന്നത്? സർക്കാർ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഞങ്ങൾക്ക് പറയാനുള്ളത്, സാധാരണഗതിയിൽ ഒരു നിയമം ഭേദഗതി ചെയ്യുന്നത് ആ നിയമത്തിന് എന്തെങ്കിലും ന്യൂനതയുള്ളപ്പോഴാണ്. നിയമം ജനങ്ങൾക്ക് പുതിയ സാഹചര്യങ്ങൾ വരുമ്പോൾ സാമൂഹിക സാഹചര്യങ്ങൾ മാറുന്നു, ജീവിത രീതികൾ മാറുന്നു. അങ്ങനെ വരുമ്പോൾ ചില നിയമങ്ങൾ അപര്യാപ്തമായി വരും, ചില നിയമങ്ങളിൽ ചില ന്യൂനതകൾ കണ്ടെത്തും. അങ്ങനെ വരുന്ന സമയങ്ങളിലാണ് നിയമ ഭേദഗതി ആവശ്യമായി വരുന്നത്. അങ്ങനെ കാലാകാലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് നിയമ ഭേദഗതികൾ കൊണ്ടുവരുന്നതിനാണ് അല്ലെങ്കിൽ പുതിയ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുന്നതിനാണ് നിയമസഭയും പാർലമെന്റും എല്ലാം ഉള്ളത്. ഇത് ഒരു സംസ്ഥാന വിഷയമായതുകൊണ്ട് കേരള സംസ്ഥാനത്താണ് ഈ നിയമം ആവശ്യമായ മാറ്റം വരുത്തേണ്ടത്. എന്താണ് മാറ്റത്തിന് ആവശ്യമായി വന്നതെന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നതായി ഇന്നേ വരെ ഈ നിയമം ഭേദഗതി ചെയ്ത ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്കോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. 1960 പട്ടത്താനപിള്ളയുടെ ഗവൺമെന്റ് കാലത്തുണ്ടായ ഭൂപതിവ് നിയമത്തിന് എന്താണ് കുഴപ്പം അത് ഇവർക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, 1960 ശേഷം 56 വർഷങ്ങൾ, കൃത്യമായി പറഞ്ഞ 56 വർഷങ്ങൾ കഴിഞ്ഞ് ഇതിനൊരു നിയമ ഭേദഗതി വേണമെന്ന് ആവശ്യപ്പെട്ടത് ഞങ്ങളെ ഈ രാജ്യത്തെ ഭൂവുടമകളല്ല, കർഷക സംഘടനകളല്ല, ഇപ്പോ മാത്യു വർഗീസ് അടക്കമുള്ള ഒരു നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ആവശ്യപ്പെട്ടില്ല. മറിച്ച് ആവശ്യപ്പെട്ടത് എന്താണ്? നമ്മുടെ നാട്ടില് പല കെട്ടിട നിർമ്മാണങ്ങളും നടന്ന സമയത്ത് 64 ചട്ടങ്ങളിൽ 60 ശേഷം 4 വർഷം കൂടി കഴിഞ്ഞ് ആർ ശങ്കർ മന്ത്രിസഭയുടെ കാലത്തുണ്ടായ ചട്ടങ്ങളിൽ ചട്ടം 4 പറയുന്നു കൃഷിക്കും വീടിനുമാണ് ഈ ഭൂമികളെല്ലാം വഹിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് ഗവൺമെന്റിന്റെ അഭിഭാഷകൻ തന്നെ കോടതിയിൽ കേസ് വാദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പുതിയ ആവശ്യം വരുന്നത്. അതിനു മുമ്പ് അങ്ങനെ ഒരു ആവശ്യമേ ഉയർന്നിരുന്നില്ല. 56 വർഷവും ഇവിടെ എല്ലാത്തരം ആവശ്യങ്ങൾക്കും വേണ്ടി ഈ നിയമം മൂലം ഈ ഭൂമി പതിച്ചു കൊടുത്തിരുന്നു, അതിനകത്ത് എല്ലാ നിർമ്മാണങ്ങളും നടത്തിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ എവിടെയാണ് പ്രശ്നം വന്നത്? 64 ചട്ടം 4 എന്താണ് കുഴപ്പം? ചട്ടം 4 പണ്ടെല്ലാം രാജഭരണകാലം മുതൽ ഈ ഭൂമി പതിച്ചു കൊടുത്തിരുന്നത് കൃഷി നടത്താൻ വേണ്ടിയിട്ടാണ്. അന്ന് വാണിജ്യം വികസിച്ചിരുന്നില്ല, വ്യവസായം ഇതിന് മാത്രം വികസിച്ചിരുന്നില്ല, അതുകൊണ്ട് കൃഷിയായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ വാണിജ്യമായി അതുപോലെ പലവിധ സാമൂഹിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സ്ഥാപനങ്ങൾ വന്നു. ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് എല്ലാം വന്നപ്പോൾ അതെല്ലാം നിർമ്മിച്ച് പ്രവർത്തി വരികയായിരുന്നു. അതിനിടയിലാണ് ചില ഉദ്യോഗസ്ഥന്മാർ ചില കുത്തിത്തിരിപ്പുണ്ടാക്കി ചില ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ നിയമത്തിൽ ചില ന്യൂനതകൾ ഉണ്ടെന്നും അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയിൽ നിർമ്മിച്ച ഇത്തരം നിർമ്മാണങ്ങൾ ശരിയല്ലെന്നും പറഞ്ഞുകൊണ്ട് വരികയും
അതെല്ലാം അങ്ങനെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ കോടതിയിൽ ചോദ്യം ചെയ്യുകയും കോടതിയിൽ പോയ സർക്കാരിന്റെ വക്കീലാണ് രഞ്ജിത്ത് അംബാൻ എന്ന് പറയുന്ന സർക്കാരിന്റെ വക്കീൽ തന്നെയാണ് പറഞ്ഞത് നിയമത്തിൽ ഇങ്ങനെ ഒരു കുഴപ്പം കിടക്കുന്നുണ്ട്. അതായത് ചട്ടത്തില് കൃഷിയും വീടും മാത്രമേ പറയുന്നുള്ളൂ, അതുകൊണ്ട് ഇത് പറ്റില്ല, ഇങ്ങനെയുള്ള നിർമ്മാണങ്ങൾ പറ്റില്ല, വാണിജ്യാർത്ഥം നിർമ്മിക്കാൻ പാടില്ല. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇത് പ്രശ്നമായി വരുന്നത്. അല്ലാതെ ഈ നാട്ടിലെ ആരുടെയും ഒരു സാമൂഹ്യ പുരോഗതിക്കോ സാമൂഹ്യ വികാസത്തിനോ തടസ്സം നിന്ന ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നേ ഇല്ല. അപ്പോഴെന്താണ് ഗവൺമെന്റ് ചട്ടം മൂലം ഇങ്ങനെ നിർമ്മാണങ്ങൾ നിരോധിക്കുന്ന സ്ഥിതിയിലേക്ക് ഗവൺമെന്റ് വന്നു. 2016 മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇടതുപക്ഷ ഗവൺമെന്റ് 2016 മെയ് 25 അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ പ്രശ്നം മാത്രമേ ഈ രംഗത്തുള്ളൂ. ഞാൻ പറയാമെങ്കിൽ അല്ല, BMBB ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികൾ പ്രത്യേകിച്ച് 1ഉം 2ഉം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഈ ഭൂപ്രശ്നങ്ങൾ ഇത്രമാത്രം ഗുരുതരമായി വരുന്നത്. അതിനു മുമ്പും ഭൂപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, 64 ചട്ടം ഭേദഗതി ഒക്കെ പറഞ്ഞിരുന്നു. എന്നാൽ പോലും ഈ സർക്കാരിന് വേറെ ഏതെങ്കിലും ഒരു അജണ്ടയുണ്ടോ? ഇപ്പോൾ ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കുന്നു, സാധാരണ ഇതിൽ ഗവൺമെന്റിന്റെ മുമ്പിൽ ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കുമ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുക സ്വാഭാവികമാണ്. അടിസ്ഥാനപരമായ ആ പ്രശ്നത്തിന് ന്യായമുണ്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ പ്രശ്നം വരും. പക്ഷേ ഇത് 1ആം പിണറായി സർക്കാരിന്റെ കാലത്ത് തൊട്ട് നിവേദക സംഘം പോകുന്നു, 2ആം പിണറായി സർക്കാരിന്റെ കാലത്തും വീണ്ടും അതേ നിവേദക സംഘം പോകുന്നു. ഇടുക്കിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെല്ലാം തിരുവനന്തപുരത്തേക്ക് ആഴ്ചയിൽ വണ്ടി കയറുന്നു. ഇതൊരു തീർത്ഥയാത്ര പോലെ ഇങ്ങനെ പോകുന്നതല്ലാതെ ഇവർക്കൊന്നും അവിടെ ഒരു വോയിസ് ഇല്ല. ഇവർ കൊടുക്കുന്ന നിവേദനങ്ങൾക്ക് പരിഹാരമില്ലാതെ വരുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊന്നും പരിഹരിക്കപ്പെടുന്നില്ല. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഇതിൽ ഗവൺമെന്റ് ഒരു ഒളിച്ചുകളി നടത്തുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടായിരിക്കാം ഇത് ഈ ഗവൺമെന്റ് ഈ പ്രശ്നം പരിഹരിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത്? ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മുടെ ഗവൺമെന്റിനുള്ള ഞാൻ കാണുന്ന ന്യൂനത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ജനാധിപത്യപരമായി നിയമങ്ങളും സാമൂഹ്യ സംവിധാനങ്ങളും സംബന്ധിച്ച് പഠിച്ചു ഭരിക്കുന്ന ഭരണകർത്താക്കൾ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ഇവിടെ കുറെ IAS ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതുപോലെ താഴേന്ന് മുതൽ വളർന്നു വന്ന് ഉയർന്ന തസ്തികകളിലെത്തിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരുടെ ഉപദേശങ്ങളാണ് ഈ ഗവൺമെന്റ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് ഇവിടെ പ്രശ്നം. യഥാർത്ഥത്തിൽ ഈ 64 ചട്ടം 4 ഭേദഗതി ചെയ്താൽ മതിയായിരുന്നു, ഈ പ്രശ്നം എല്ലാം പരിഹരിച്ചേനെ. പക്ഷെ അത് നമ്മൾ പറഞ്ഞു സർവകക്ഷി യോഗത്തിൽ പോലും 2019 കൂടി സർവകക്ഷി യോഗത്തിൽ പോലും പറഞ്ഞതല്ലേ, എല്ലാവരും കൂടി എല്ലാ കക്ഷികളും ആവശ്യപ്പെട്ടു ഈ ചട്ടം ഭേദഗതി ചെയ്യാൻ. പിന്നെ എന്തിനാണ് നിയമം ഭേദഗതി ചെയ്യാൻ പോയത്? ഉദ്യോഗസ്ഥൻ ഉപദേശിച്ചു കൊടുത്തു. ഈ ഉപദേശിക്കാൻ കാര്യമുണ്ട്. കാരണം ഉദ്യോഗസ്ഥ വർഗം എന്ന് പറയുന്ന ഒരു വർഗത്തിന് ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ, അവരിൽ നിന്ന് അഴിമതിയിലൂടെ പണം സമ്പാദിക്കാൻ എന്തെങ്കിലും സങ്കീർണതകൾ ഈ ഏത് നിയമത്തിലും ചട്ടത്തിലും ഉണ്ടാക്കി വെക്കണം. അതിനു വേണ്ടിയിട്ട് അവര് സർക്കാരിനെ ഉപദേശിക്കുന്നത് അങ്ങനെയായ കുഴപ്പമാണ്, ഇങ്ങനെയായ കുഴപ്പമാണ്, യുക്തിപരമായത് ചിന്തിച്ച് അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന നേതൃത്വം നമുക്കില്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം നമുക്കില്ല. അത് മാത്രമല്ല, ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇതിനൊന്നും സമയമില്ല. അവരൊക്കെ അവരവരുടെ രാഷ്ട്രീയ താല്പര്യം ജനങ്ങളുടെ മേലെ എങ്ങനെ അടുത്ത സുകുമാർ അഴീക്കോടാണെന്ന് ഒന്ന് പറഞ്ഞ പോലെ എങ്ങനെ ഈ സാധാരണ ജനങ്ങളെ വീണ്ടും സാധാരണക്കാരാക്കി നിലനിർത്താൻ കഴിയും എന്നുള്ള പെടാപ്പാടിലാണ് ഈ പറഞ്ഞ നേതാക്കന്മാർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം പരിഹരിക്കാത്തത്. സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? നിയമത്തിൽ കുഴപ്പമില്ല, ചട്ടം ഭേദഗതി ചെയ്യണം എന്ന് പറഞ്ഞപ്പോ നിയമത്തിൽ കുഴപ്പമില്ലാത്ത നിയമം ഇപ്പൊ ഭേദഗതി ചെയ്ത് വെച്ചിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ ചട്ടം ഉണ്ടാവും? ഈ ചട്ടം ഉണ്ടാക്കാന്ന് പറയുന്നതല്ലാതെ ഇവരുടെ ഒരു കീറാമുട്ടിയായി ചട്ടം നിലനിൽക്കുകയാണ്. അതായത് കുഴപ്പമുള്ള നിയമം, ചട്ടം എന്ന് പറയുന്നത് എന്താണ്? ഒരു നിയമം നടപ്പിലാക്കുന്നതിലെ നടപടിക്രമങ്ങൾ മാത്രമാണ് ചട്ടം. അപ്പോ ചട്ടത്തിൽ കുഴപ്പമുള്ളത് നിയമം ഭേദഗതി ചെയ്താൽ മാറും. ഞാൻ പഴഞ്ചൊല്ലൊന്നും ഇപ്പൊ പറയുന്നില്ല, അത് പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ ഒരു സിമ്പിൾ ഒരു ചോദ്യം കൂടി PM പറയാം. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഈ 60 ഭൂപതിവ് നിയമത്തിൽ ഏതെങ്കിലും പ്രശ്നമുണ്ടായതായി, ഗുരുതരമായ വിഷയം ഉണ്ടായതായി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? കിസാൻ സഭയ്ക്കോ അല്ലെങ്കിൽ CPIക്കോ അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇപ്പോൾ ഈ BMBB അടക്കമുള്ള ആളുകൾ പറയുന്നത് ഈ നിയമത്തിൽ യാതൊരു പ്രശ്നമില്ലായിരുന്നു, ചട്ടം മാത്രമാണ് ഭേദഗതി ചെയ്യേണ്ടത്. നിങ്ങൾ നിയമത്തിൽ എന്ത് പ്രശ്നമാണ് കണ്ടത്? ഇല്ല, അതിന് മുമ്പേ എൻ്റെ ഒരു ചോദ്യം BMBBയോടുള്ളത്, അതൊന്ന് കേട്ടിട്ട് ഞാൻ മറുപടി പറയാം. അതായത് ഇവരിപ്പോൾ ഈ ചട്ടം ഭേദഗതി മതിയായിരുന്നു എന്ന് പറയുന്ന ഒരു നിയമ ഭേദഗതി അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. ആ നിയമ ഭേദഗതി നമ്മൾ അംഗീകരിക്കുന്നില്ല. കാരണം ആ നിയമ ഭേദഗതിയിൽ ഒരുപാട് കുഴപ്പമുണ്ട്. അത് ഞാൻ വഴിയെ പറയാം.
നിയമ ഭേദഗതിയിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഞങ്ങൾ ഇത് ഒപ്പിടരുതെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ ഒരു നിവേദക സംഘം ഗവർണറെ കണ്ടിരുന്നതാണ്. ഒപ്പിട്ടല്ലോ, ഗവർണർ ഒപ്പിട്ടല്ലോ. ഗവർണർ ഒപ്പിടാതിരിക്കാൻ പറ്റില്ല. കാരണം നിയമപരമായി ഒരു ബാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അത് അധികാരം പിടിച്ചു വെക്കാൻ പറ്റാതെ വന്നപ്പോ ഈ ആളുകളുടെ സമ്മർദ്ദവും പിന്നെ ഈ നിയമപരമായ ബാധ്യത ഗവർണറുടെ അധികാര പരിധി ഉണ്ടല്ലോ, അതിവിടെ വെച്ച് ഒപ്പിടേണ്ടി വന്നു. അത് ഒപ്പിട്ടത് ഗവൺമെന്റ് നിർബന്ധം പിടിച്ചിട്ടാണ്. ആ നിയമം ഒപ്പിടാൻ വിസമ്മതിച്ചപ്പോ അത് തിരിച്ചയച്ചപ്പോ അതൊന്നുകൂടി പരിശോധിക്കാൻ തയ്യാറാകണമായിരുന്നു. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതല്ലേ? അത് പരിശോധിച്ചിട്ട് ആവശ്യമായ ഭേദഗതി അതിനകത്ത് വരുത്തിയാൽ പോരെ? ഞാൻ ചോദിച്ചതിന് അല്ല, നിങ്ങൾ തങ്കച്ചന്റെ ചോദ്യത്തിന്റെ മറുപടി കിസാൻ സഭയ്ക്കോ CPIക്കോ ബോധ്യപ്പെട്ടോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ബോധ്യപ്പെട്ടോ എന്നതിന്റെ അപ്പുറത്ത് ഇതൊക്കെ ചെയ്യുന്ന ഒരു സർക്കാരാണ്. ആ സർക്കാരിന്റെ ബോധ്യം എന്താണെന്ന് വെച്ചാൽ നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് ആ സർക്കാരിന് കിട്ടിയ ഉപദേശവും ആ സർക്കാർ ബോധ്യപ്പെട്ടതും അതാണ്. അപ്പോൾ സർക്കാർ നിയമം ഭേദഗതി ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമം ഭേദഗതിയാണെങ്കിലും ഇനി ചട്ട ഭേദഗതിയാണെങ്കിലും ഇവിടുത്തെ കൃഷിക്കാരന് പെട്ടിട്ടുള്ള കുഴപ്പത്തിൽ നിന്ന് അവന് രക്ഷപ്പെടാനും അവന് സ്വസ്ഥമായി കിട്ടിയ പട്ടയം ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകാനും ഏതാണ് സഹായകരം? അത് നിയമം ഭേദഗതി ചെയ്തിട്ട് ചട്ട ഭേദഗതിയാണെങ്കിൽ അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് നിയമം ഭേദഗതി ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ നിയമ ഭേദഗതി അംഗീകരിച്ചു പോയി. അപ്പൊ നിയമ ഭേദഗതി ഇപ്പം വന്നു, ഗവർണർ ഒപ്പിട്ടു. ഇവിടെ ഇപ്പൊ പ്രസക്തമായ ഒറ്റ വിഷയമേ ഉള്ളൂ. ആ വിഷയം എന്ന് പറയുന്നത് അംഗീകരിച്ചതനുസരിച്ച് അതിൻ്റെ ചട്ടങ്ങൾ ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ്. ഈ സമയമായിട്ടും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ്. ആ ഉണ്ടാക്കിയില്ല എന്നുള്ളത് ഒരു കാലതാമസം വന്നു എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെ എത്രയും വേഗം അത് ചെയ്യുക എന്ന ആവശ്യമാണ് ഞങ്ങളിപ്പോൾ ഉന്നയിച്ചുകൊണ്ട്. അതായത് ചട്ടം ഭേദഗതി സംബന്ധിച്ച് ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. സർക്കാർ പറഞ്ഞു വെക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറയുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ പറയുന്നത് അതിൻ്റെ പണിപ്പുരയിലാണ്, ഉടനെ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ഒരു ടൈം ലൈൻ ഇല്ല എന്നത്തേക്ക്. അപ്പോൾ ഈ ഗവർണർ ഒപ്പുവെക്കുന്നവരെ പറഞ്ഞിരുന്നത് ഉടൻ തന്നെ, അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചട്ടം ഉണ്ടാകും എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പല ഇടതുപക്ഷ നേതാക്കളും ജില്ലയിൽ പല പ്രസംഗങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവരുടെയൊക്കെ പ്രസംഗത്തിൽ ഒരാഴ്ചക്കുള്ളിൽ എന്നുള്ള രീതിയിലും പല നേതാക്കളും ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, ജനത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് അതിനപ്പുറമുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇടുക്കി അടക്കമുള്ള അത് ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാം തന്നെ UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ സർക്കാർ എന്തുകൊണ്ടാണ് ഈ ചട്ടം ഭേദഗതി ചെയ്യാത്തത്, അല്ലെങ്കിൽ ചട്ടം എന്തുകൊണ്ടാണ്, പുതിയ ചട്ടം എന്തുകൊണ്ടാണ് ഉണ്ടാക്കാത്തത് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ കഴിയും? എനിക്ക് അത് സംബന്ധിച്ച് തോന്നുന്നത് വെച്ചാൽ ഈ ചട്ടങ്ങൾ, അതായത് ഉണ്ടായിരുന്ന 60-ലെ നിയമത്തിന്റെ ചട്ടത്തിനകത്ത് ചെറിയൊരു ഭേദഗതി വരുത്തിയാൽ പരിഹരിച്ചു പോകാവുന്ന ഒരു പ്രശ്നം പുതിയൊരു നിയമനിർമ്മാണത്തിലേക്ക് കൊണ്ടുവരികയും പിന്നെ ഈ പുതിയതായി ചട്ടങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ഈ പുതിയ നിയമനിർമ്മാണം വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം നമ്മൾ ഇപ്പോൾ പരിശോധിക്കണം. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അതായത് ഈ ഭൂമി പതിച്ചു കൊടുക്കുമ്പോൾ കൃഷിക്ക് കൊടുത്തിട്ടുള്ള ഭൂമിക്കകത്ത് കെട്ടിടങ്ങൾ വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റ് വ്യവസായ ആവശ്യങ്ങൾക്ക് അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഭൂമി പട്ടയം റദ്ദ് ചെയ്തുകൊണ്ട് തിരിച്ച് തഹസിൽദാർക്ക് പിടിച്ചെടുക്കാം എന്ന് പറയുന്നതിലായിരുന്നു ആ പ്രശ്നം നിലനിന്നത്. ആ ചട്ടം ഒന്ന് ഭേദഗതി ചെയ്താൽ ആ പ്രശ്നം തീരുമായിരുന്നു. ഈ ചട്ടം ഇവിടെ, ഈ നിയമം ഉണ്ടായിരുന്നു, ഈ ചട്ടം ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ സർക്കാർ തന്നെയാണ് ഈ കെട്ടിടങ്ങൾക്കെല്ലാം ലൈസൻസ് കൊടുത്തത്. ആ കെട്ടിടങ്ങൾക്കകത്ത് ഒരു പഞ്ചായത്ത് വാർഡില് വ്യവസായങ്ങൾ വേണമെന്ന് സർക്കാർ തീരുമാനിക്കുന്നു. ഈ പഞ്ചായത്ത് വാർഡിനകത്ത് എല്ലാ പട്ടയമല്ലേ ഉള്ളത്, ലാൻഡ് അസൈൻമെന്റ് പട്ടയം. ആ പട്ടയത്തിനകത്തല്ലേ ഒരു വ്യവസായങ്ങൾക്ക് ലൈസൻസ് കൊടുത്തു, കെട്ടിടങ്ങൾക്ക് ലൈസൻസ് കൊടുത്തു. എല്ലാ പ്രവർത്തനങ്ങളും സർക്കാർ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. സർക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു കാര്യം സർക്കാർ എന്താ ഒരു ചട്ട ഭേദഗതിയിലൂടെ ആ പ്രശ്നം പരിഹരിക്കാവുന്ന ഒരു കാര്യം അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ലിമിറ്റേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു കാര്യം. സർക്കാർ ഈ പറയുന്ന ചട്ടം ലഭിച്ചുകൊണ്ടുള്ള ഒരു കെട്ടിടം വെച്ചിട്ടുണ്ട്, ഇതിന് 50,000 രൂപ അല്ല 1 ലക്ഷം രൂപ പെനാൽറ്റി അടിച്ചുകൊണ്ട് സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്നു. അവിടെ ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ, നമ്മളിരിക്കുന്ന ഈ ബിൽഡിംഗ് പോലും ഒരു പക്ഷേ 10, 30, 40 കൊല്ലം മുമ്പുള്ള ഒരു വീടിന്റെ നമ്പരായിരിക്കും. അതിൽ നിന്നാണ് ഈ കെട്ടിടം വളർന്നുകൊണ്ടുള്ളത്. അങ്ങനെയാണ് നമ്മുടെ നാട് വളർന്നത്. അപ്പോ ആ നമ്പറിനകത്ത് ഇത് ചട്ടം ലംഘിച്ചുകൊണ്ട് ഇത് ബിസിനസിന് വേണ്ടി ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു 50,000 രൂപ പെനാൽറ്റി അടിച്ചു കഴിഞ്ഞാൽ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ ഒരു കേസുമായി പോയി കഴിഞ്ഞാൽ 5 പൈസ സർക്കാരിന് വസൂലാക്കാൻ പറ്റില്ല.
സർക്കാർ ചെയ്യേണ്ട സമയത്ത് സർക്കാർ ചെയ്യാതിരുന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വെറുതെ വീട്ടിൽ പോകേണ്ടി വരും. ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ചട്ടം ഭേദഗതി ചെയ്താൽ നിൽക്കില്ല എന്നിപ്പം ബഹുമാന്യനായ മാത്യു പോലീസ് സഖാവ് പറഞ്ഞെന്താ, ചട്ടം ഭേദഗതി ചെയ്ത് കഴിഞ്ഞാൽ ഈ കാശ് കിട്ടത്തില്ല. ചട്ടം ഭേദഗതി ചെയ്തിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ പറയും നിങ്ങൾ അവിടെ ചട്ടം ഉണ്ടാക്കിയിരുന്നു, ഇതിപ്പം 10, 11, 12 കൊല്ലം കഴിഞ്ഞാൽ ലിമിറ്റേഷൻ ആക്ടിന്റെ പരിധി വന്നില്ലേ? 12 കൊല്ലം നിന്ന് നോട്ടീസ് വന്നോ? ഇല്ലല്ലോ. ഇന്ന് എന്തിനാ നിങ്ങൾ നോട്ടീസുമായിട്ട് വന്നത്? അതുകൊണ്ട് 5 പൈസ തരില്ലെന്ന് പറഞ്ഞാൽ 5 പൈസ വസൂലാക്കാൻ പറ്റില്ല. അതാണ് ഈ രാജ്യത്തുള്ള നിയമം. ആ നിയമത്തെ മറികടക്കാൻ വേണ്ടിയാണ് പുതിയ നിയമം കൊണ്ടുവന്നത്. അപ്പൊ പുതിയ കെട്ടിടമായി, ഇനി പുതിയ ചട്ടം കൊണ്ടുവരണം. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തൊക്കെയാണെന്നറിയാമോ? ചട്ടം വയലേറ്റ് ചെയ്തുകൊണ്ട് നിർമ്മിച്ചതായി കണ്ടെത്തിയിട്ടുള്ള ഈ കെട്ടിടത്തിനകത്ത് ടാക്സ്, പ്രത്യേക ടാക്സ്, സെസ്, പ്രത്യേക ടാക്സ്, സെസ്, പിന്നെ വേറെ എൻവിയോൺമെന്റൽ ഗ്രീൻ ടാക്സ്. ഈ ഗ്രീൻ ടാക്സ് എന്ന് പറയുന്നത് വലിയ അപകടമാണ്. ഗ്രീൻ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരിസ്ഥിതിക നികുതി ഏർപ്പെടുത്തുകയാണ് കൃഷിക്കാരന്റെ ഭൂമിക്ക്. അപ്പൊ ഇതടക്കമുള്ള വലിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കണം. കാരണം മുഖ്യമന്ത്രി പറഞ്ഞതിന് അപ്പുറം ഒന്നും അല്ല ഇതിനകത്ത് ഉള്ളടക്കം വരാൻ പോകുന്നത്. അപ്പൊ അത് സംഭവിക്കാൻ പോവുകയാണ്. അതിന് ഇത്തിരി സാവകാശം എടുക്കുന്നത് കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. അതാണ് അതിന്റെ കാര്യം. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ചെയ്യാത്തത്. ഇവര് പക്ഷേ ഏതെങ്കിലും ഒരു വലിയ ഉരുൾപൊട്ടലോ അതുപോലുള്ള ഒരു സംഭവത്തിനിടയിലായിരിക്കും ഈ ചട്ടങ്ങൾ വരാൻ പോകുന്നത്. മധുറീസേ, ഇതൊരു ജനത്തെ കൊള്ളയടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചു. അതായത് ലിമിറ്റേഷൻ ആക്ട് അനുസരിച്ച് 12 വർഷം ഒരു നിയമം നടപ്പാക്കിയോ അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ ഭൂമിയിൽ അതിക്രമിച്ച് കയറി വീട് വെച്ചാൽ പോലും ഈ ലിമിറ്റേഷൻ ആക്ടിന്റെ പരിധിയിൽ വരും. അപ്പോൾ അങ്ങനെ ലിമിറ്റേഷൻ ആക്ട് ഉള്ളത് കൊണ്ട് സർക്കാരിന് ഇനി ആ പിഴ പിടിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് പറയാൻ സർക്കാരിന് കഴിയാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. അതിൽ നിന്ന് കാശ് പിരിക്കാൻ പറ്റില്ല. ആരെങ്കിലും ഒരാൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ലിമിറ്റേഷൻ ആക്ടിന്റെ പരിധിയിൽപ്പെട്ട് ആരും പണം പിരിക്കാൻ പറ്റില്ല. അപ്പൊ പണമാണ് നിങ്ങളുടെ ലക്ഷ്യം ഇല്ലേ മാധുരീസ്? നിങ്ങളുടെ സർക്കാരിന്റെ ലക്ഷ്യം പണം പിരിക്കുക, പണം വസൂലാക്കുക, ജനങ്ങളുടെ പോക്കറ്റ് കൊള്ളടിക്കുക. അതായത് ഇത് ആടിനെ പട്ടിയാക്കുക എന്ന് പറയുന്ന ഒരു വാദമാണ് ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ വി രാജൻ ഇവിടെ അവതരിപ്പിച്ചത്. ഇത് പണം വസൂലാക്കലിന്റെ പ്രശ്നമല്ലല്ലോ. അല്ല, നിങ്ങൾ എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കാം. പറയാമെന്ന് ഞാൻ പറയുമല്ലേ? മനസ്സിലാക്കി കൊടുക്കൂ. അല്ല, പറയാം. ഇത് പണം വസൂലാക്കലല്ല ഇതിന്റെ വിഷയം. ഇവിടെ ആദ്യം ശ്രീ PM ദേവ് പറഞ്ഞതുപോലെയല്ല സംഭവം. മൂന്നാറുമായി ബന്ധപ്പെട്ടുള്ള കയ്യേറ്റങ്ങൾ വന്ന അതുമായി ബന്ധപ്പെട്ട് പിന്നെ സുപ്രീം കോടതിയിൽ നാച്ചുറൽ അവേഴ്സ് ക്ലബ്ബ് കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ വന്ന കേസിനെ തുടർന്നാണ് അവര് ആവശ്യപ്പെട്ടതിന്റെ എതിർ സത്യവാങ്മൂലം കൊടുത്തപ്പോഴാണ് നിയമം ഇത്രയുമേ പറയുന്നുള്ളൂ എന്ന് അന്നത്തെ ഗവൺമെന്റ് വക്കീലിന് പറയേണ്ടി വന്നത്. അത് നിയമം അത്രേ പറയുന്നുള്ളൂ എന്നുള്ളത് പിന്നീട് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. കാരണം 2010 വരെ ഒരു തടസ്സവുമില്ലാതെ ഈ കാര്യങ്ങൾ നടന്നു പോയെങ്കിലും പിന്നീട് 1980 വനനിയമത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള കേസുകൾ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കോടതികളിൽ വന്നപ്പോഴുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് ഈ സംഭവങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെയെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴേ ഇതിന്റെ വസ്തുതകൾ എന്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ അതിന് പരിഹാരം എന്ന നിലയ്ക്കാണ് ഗവൺമെന്റ് ബോധ്യപ്പെട്ടത് നിയമ ഭേദഗതി ചെയ്തുകൊണ്ട് ഈ ജനങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായ ചട്ടഭേദഗതികൾ കൊണ്ടുവന്നില്ല എങ്കിൽ അത് രാജൻ പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരാള് കോടതിയിൽ പോയാൽ ആ കോടതി അതിനെയെല്ലാം തടസ്സപ്പെടുത്തിയാൽ ജനങ്ങൾക്ക് ഇത് പ്രയോജനമില്ലാതെ വരും. അപ്പൊ പറയട്ടെ അടിസ്ഥാനപരമായി ഭൂനിയമത്തിൽ തന്നെ ഭേദഗതി വരുത്തി ജനങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗത്തിലേക്ക് ചട്ടഭേദഗതികൾ കൊണ്ടുവരിക എന്നാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഗവൺമെന്റ് ഈ പറഞ്ഞതെല്ലാം ചെയ്യും. മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ചട്ടത്തിൽ ഇതെല്ലാം വരണമെന്നില്ല, അങ്ങനെ വരണമെന്നൊന്നുമില്ല. അതൊന്നും ചട്ടത്തിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് ഇടുക്കി ജില്ലയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നിലപാട്. അല്ല, നടക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ വ്യാഖ്യാനം. പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ കൂടെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഉണ്ടായിരുന്നപ്പോൾ അവരടക്കമുള്ള ആൾക്കാർ സമരം ചെയ്ത വിഷയങ്ങൾ, അല്ലെങ്കിൽ ഇടതുപക്ഷം ഒപ്പം നിന്ന് സമരം ചെയ്ത വിഷയങ്ങളിൽ പോലും യാതൊരു വക തീരുമാനങ്ങളും ഇന്നും ഉണ്ടായിട്ടില്ല. അന്നുകൊണ്ട് ഈ ഭൂപതിമ നിയമവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അന്ന് നിങ്ങൾ പറഞ്ഞ ചട്ടം മാത്രം ഭേദഗതി ചെയ്താൽ മതി എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പം നിയമം ഭേദഗതി ചെയ്തിട്ട് ഇപ്പൊ ചട്ടം ഉണ്ടാക്കുന്നില്ല. എന്നിട്ട് ന്യായവാദം പറഞ്ഞിട്ടില്ല, കഥയുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ചട്ടഭേദഗതി മതി എന്ന് പറയുമ്പോൾ ഇവിടെ നിയമ ഭേദഗതി കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിൽ ചട്ടഭേദഗതി കൊണ്ടുവരാൻ ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ ഗവൺമെന്റ് അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള തീരുമാനമാണ്.
അത് ഗവൺമെന്റ് ചെയ്യുമ്പോൾ നമുക്കിപ്പോ ചട്ടം ഭേദഗതി ചെയ്യലാണ് ആവശ്യമെങ്കിലും നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ചട്ടം ഭേദഗതി ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. Yes. നിങ്ങളുടെ തർക്കം എന്താണെന്ന് വെച്ചാൽ അതാണ്. അപ്പൊ ഇവിടെ ഈ പ്രശ്നങ്ങൾ അല്ല ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കൃഷിക്കാർക്ക് പറയണം. ഓക്കെ, നിങ്ങൾ പറഞ്ഞോ, അത് ജനനന്മയ്ക്കായിട്ടുണ്ടാകും, അത് കാലവിളംബരമില്ലാതെ ചെയ്യാൻ കഴിയണം, എങ്കിലാണ് അത് ക്രിയാത്മകമായ സർക്കാർ നടപടിയായിട്ട് കരുതാൻ കഴിയുള്ളൂ. നിങ്ങൾ ആ പറഞ്ഞ അവസാനത്തെ വാചകം ശരിയാണ്. കാലവിളംബം ഇല്ലാതെ ചെയ്യണം. കാലവിളംബം വന്നത് ഒരു തെറ്റായ കാര്യമാണ് എന്നുള്ളത് സമ്മതിക്കാം എങ്കിൽ പോലും അതിന്റെ സാഹചര്യങ്ങളെ കൂടെ കണക്കിലെടുത്ത് സമ്മതിക്കാൻ പറ്റും. ഒരു സാഹചര്യം അങ്ങനെ രൂപപ്പെട്ടു വന്നത് ഗവൺമെന്റ് ഉണ്ടാക്കിയ സാഹചര്യമല്ല. ഒരു സാഹചര്യം പ്രത്യേകമായി രൂപപ്പെട്ടു വന്നപ്പോൾ അതിന് കുറെ കാലതാമസം ഉണ്ടായി. ആ സാഹചര്യത്തിന്റെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ മാത്രമേ അവിടെ ബന്ധപ്പെട്ടവർക്ക് അതിൽ കേന്ദ്രീകരിക്കാൻ കഴിയൂ. അപ്പോൾ ആ ചട്ടഭേദഗതി വരും. പക്ഷേ ചട്ടഭേദഗതി എപ്പോഴും ചട്ടഭേദഗതി വേണം എന്നുള്ള കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അല്ല, അടക്കമുള്ള ആളുകളും ആദ്യഘട്ടത്തിൽ ചട്ടഭേദഗതിയെ തന്നെയാണ് പറഞ്ഞത്. അത് എല്ലാവരും പറഞ്ഞത് ചട്ടഭേദഗതിയാണ്. 64 ചട്ടത്തിൽ 4-ാം ചട്ടത്തിന്റെ ഭേദഗതി സംബന്ധിച്ചുള്ള തർക്കമാണ് നിലനിന്നത്. അതായിരുന്നു കോടതി ചോദിച്ചത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ചട്ടം ഭേദഗതി ചെയ്തുകൂടാ എന്ന് പറഞ്ഞു. നിങ്ങൾ ചട്ടം ഭേദഗതി ചെയ്യുമ്പോൾ ഈ ബി രാജൻ പറഞ്ഞത് നിങ്ങൾ ഖണ്ഡിച്ചു. പക്ഷെ ചട്ടം ഭേദഗതി ചെയ്യാൻ കോടതി പറഞ്ഞൊരു വിഷയത്തിൽ നിയമ ഭേദഗതി ഉണ്ടാക്കിയിട്ട് ചട്ടം എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല എന്ന ചോദ്യമാണ് ഇവിടെ സാധാരണ ജനം ചോദിക്കുന്നത്. ആ ചോദ്യം തന്നെയാണ് ഞാനും ചോദിച്ചിട്ടുള്ളത്. അല്ല, കോടതി എന്താ പറഞ്ഞത്? കോടതി എന്താ പറഞ്ഞത്? ചട്ടം ഭേദഗതി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി പോലും പറഞ്ഞിരിക്കുന്നതാണ് നിയമ ഭേദഗതി എന്ന്. ഏതെങ്കിലും സ്ഥലത്ത് സുപ്രീം കോടതിയോ കേരള ഹൈക്കോടതിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം. പക്ഷെ അത് ജനങ്ങളും ആവശ്യപ്പെട്ടത്, നിങ്ങളും ആവശ്യപ്പെട്ടത് അങ്ങനെ തന്നെയാ. നിങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആവശ്യപ്പെട്ടത് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ചട്ടം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. നിങ്ങൾ നിരന്തരം സമരം ചെയ്തു, നിങ്ങളും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും കൂടി. എന്തായി? അല്ല, ഈ വിഷയത്തില് ചട്ടഭേദഗതി എന്നുള്ളത് 2010 പറഞ്ഞ ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ സംഘടന 2010 ഈ ചട്ടം ഭേദഗതി ചെയ്തില്ല എങ്കിൽ ഈ വിഷയങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞു. ആ ഗവൺമെന്റ് പോയി. ആ ഗവൺമെന്റ് അവരൊന്നും ചെയ്തില്ല. അടുത്ത ഗവൺമെന്റ് UDFന്റെ ആയിരുന്നു. ആ ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. പിന്നീട് വന്ന LDFന്റെ ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. ഇപ്പോൾ വന്ന ഗവൺമെന്റ് ഈ കാര്യം കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് നിയമ ഭേദഗതിയിലേക്ക് അവർ പോയത്. നിയമ ഭേദഗതിയിലേക്ക് പോയ ഗവൺമെന്റ് ചട്ടം കൊണ്ടുവരാൻ താമസമായി എന്നുള്ളതാണ് പിന്നെ ആക്ഷേപം. ആ ആക്ഷേപം പൊതുവിൽ എല്ലാവർക്കും ഉള്ള ആക്ഷേപമാണ്. ഞാൻ ആ ആക്ഷേപത്തെ ഒന്നും തള്ളി പറയുന്നില്ല. പക്ഷേ ഗവൺമെന്റിന് ചില പ്രത്യേക സാഹചര്യങ്ങൾ വന്നുപെട്ടതിന്റെ ഫലമായി ഗവൺമെന്റിന് അതിന് കുറെ കാലതാമസം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ നിയമം ജനങ്ങളിൽ നിന്ന് പിന്നെ പണം പിരിച്ചെടുക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന ദുർവ്യാഖ്യാനം ശരിയല്ല. ജനങ്ങളിൽ നിന്ന് ആ തരത്തിൽ പണം പിരിച്ചെടുക്കാൻ വേണ്ടി ചാനൽ അവതാരകനല്ല, ഈ പറഞ്ഞ BB രാജനുമല്ല പറഞ്ഞത്, മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. ഇടുക്കിയുടെ മണ്ണിൽ വന്നിരുന്നത് മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. ഇല്ല, അങ്ങനെ പണം പിരിക്കുന്ന ഒരു പരിപാടി ഇല്ല. എന്താണ് മുഖ്യമന്ത്രി എന്താ പറഞ്ഞുകൊണ്ട് ഭരണഘടനാവിരുദ്ധമായ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ പറഞ്ഞത് എന്താണെന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. ജനങ്ങളിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് പണം പിരിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ഗവൺമെന്റ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഞാൻ ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ശ്രീ മാത്യു റീസ് പറഞ്ഞു ആടിനെ പട്ടിയാക്കുന്നു പറഞ്ഞു. ആരാണ് ആടിനെ പട്ടിയാക്കുന്നുള്ള പ്രശ്നമാണ് ഇവിടെ നിലനിൽക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളാണോ ഞങ്ങളാണോ എന്നുള്ളത് ഞങ്ങൾ ആദ്യം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കാര്യത്തിൽ മാറ്റമില്ല. ഈ നിയമം സംബന്ധിച്ച് കുറ്റമറ്റ നിയമമാണെന്ന് ഇതിന്റെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഇടുക്കി ജില്ലയിലെയോ കേരള സംസ്ഥാനത്തെയോ ഇടതുപക്ഷ നേതാക്കന്മാർ പോലും കുറ്റമറ്റ നിയമനിർമ്മാണമാണെന്ന് പറയുന്നില്ല. എന്തുകൊണ്ട്? ഇത് ഒരു ക്രമവൽക്കരണ നിയമം മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇത് നിലവിലുള്ള ചട്ടവിരുദ്ധമായി പണിത കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കുക, അതിന് ഫീസ് മേടിക്കുക, അതാണ് ഒരു കാര്യം.
രണ്ടാമത് ഏത് കെട്ടിടം? നിയമ അതായത് 64 ചട്ടപ്രകാരം പണിതിട്ടുള്ള കെട്ടിടങ്ങൾ. ഏത് കെട്ടിടം? 64 ചട്ടം മൂലം ഏതെങ്കിലും ഭൂമിയിൽ നിർമ്മാണങ്ങൾ അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ ആ നിർമ്മാണങ്ങൾക്കെല്ലാം അത് ചട്ടവിരുദ്ധമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുകയാണല്ലോ 56 വർഷത്തിന് ശേഷം. അതാണ് പ്രശ്നം. ഇപ്പോ അത് മാത്രമല്ല, ചട്ടവിരുദ്ധമായ കെട്ടിടങ്ങൾ നിർമ്മാണങ്ങളെല്ലാം ക്രമവൽക്കരിക്കാൻ ഫീസ് മേടിക്കുക. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കൃഷിക്ക് വേണ്ടി കൊടുത്തു എന്ന് പറയുന്ന ഭൂമിയിൽ വേറെ നിർമ്മാണങ്ങൾ ആവശ്യമായി വന്നാൽ ഇന്ന് നിലം പുരയിടമാക്കി തരം മാറ്റുന്ന വഴി ഭൂമിയെ തരം മാറ്റണം. അതായത് വാണിജ്യ ആവശ്യത്തോട് ഉപയോഗിക്കാൻ വേണ്ടി അതാത് സമയത്ത് റവന്യൂ വകുപ്പിനെ സമീപിച്ച് തരം മാറ്റണം. അതിനും ഭൂമിയുടെ സ്റ്റാറ്റസിൽ ഒരു ക്രമവൽക്കരണം വേണം. ഇതാണ് ഈ ഭേദഗതി എന്ന് പറയുന്നത്. ദാനോദര കാര്യമല്ല, ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. സാധാരണക്കാരൻ നോക്കിയാൽ ചട്ടം നിയമം അതിന്റെ അതേ വേഡിങ്സ് എന്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ഞാൻ വായിച്ച് ഏൽപ്പിക്കാം. വേണ്ട വേണ്ട. 60 നിയമത്തില് ഒരു കാര്യം കൂടി പറയാം. 60 നിയമത്തില് എല്ലാ കാര്യങ്ങളും എന്ത് വേണമെങ്കിലും ഒരാൾക്ക് ഭൂമി കിട്ടിയാൽ അവിടെ നിർമ്മിക്കാൻ ഒരു തടസ്സമുള്ള നിയമം ആയിരുന്നില്ല 60-ലേത്. അതാണ് ഞങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ തടസ്സമുണ്ടെങ്കിൽ ഏത് OP പറയുന്നു പറയുന്നത്. ഇനി ആദ്യം പോലെ ഇവിടെ വലിയ വലിയ വക്കീലന്മാർ ഇവിടെ പാർട്ടിക്ക് വേണ്ടി വാദിച്ചോണ്ടിരുന്നവർ പറഞ്ഞു ഇതൊന്നും ഇവിടെ വേറെ ചെയ്യാൻ പറ്റൂല. അതായത് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഷെഡ്യൂൾഡ് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന 9th ഷെഡ്യൂളിൽ വരുന്ന കാര്യമായതുകൊണ്ട് ഇവിടേക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാർട്ടിക്കാരെ നേതാക്കന്മാരൊക്കെ ഇവിടെ വന്ന് പ്രസംഗിച്ചു, എല്ലാ സ്ഥലത്തും വന്ന് പ്രസംഗിച്ചാണല്ലോ ഇത് രാഷ്ട്രപതി ഒപ്പിടണം, അങ്ങനെ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. പക്ഷേ 9th ഷെഡ്യൂളിലല്ല, ഇത് കൺകറന്റ് ലിസ്റ്റിലല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ ഈ നിയമം ഇവിടെ ഭേദഗതി ചെയ്തത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് അന്ന് ശരിയല്ലേ? അതിന് ശേഷം എന്താ സംഭവിച്ചത്? 9th ഷെഡ്യൂൾ ഒന്നും ഇല്ലെന്നുള്ള കാര്യം മനസ്സിലായി. ചട്ടം ഇവിടെ നിയമം ഭേദഗതി ചെയ്തു. നിയമം ഭേദഗതി ചെയ്തപ്പോ ക്രമവൽക്കരണ നിയമം മാത്രമാണ് ഇതിനകത്തുള്ളൂ. വേറെ യഥാർത്ഥത്തിൽ ഇനി പതിച്ചു കിട്ടാനുള്ള ഭൂമിയെ സംബന്ധിച്ചുള്ള ഒരു കാര്യം അത് പറയുന്നില്ല. ഇത് ചട്ടം. ഇനി മറ്റൊരു കാര്യം പറയാം. ചട്ടം ഭേദഗതി ചെയ്യാൻ പാടില്ലെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു ചട്ടം ഭേദഗതി ചെയ്തിട്ടില്ലതിന് മുമ്പ് 1993 കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഇവിടെ വനഭൂമി ആയിട്ടുള്ള പ്രദേശങ്ങളിൽ കോളനൈസേഷൻ സ്കീമിലൊക്കെ പതിച്ചു കൊടുത്ത സ്ഥലങ്ങളുണ്ട്. അത് പതിച്ചു കൊടുക്കാൻ നിയമം ഉണ്ടാക്കിയില്ലേ? ഈ 95 ശ്രീമാൻ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഇവിടെ മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകളിലും ഈ 64 ചട്ടപ്രകാരം പതിച്ചു കൊടുത്ത ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കാൻ വാണിജ്യാവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ഭേദഗതി ചെയ്തല്ലോ. അവർ ചട്ടം ഭേദഗതി ചെയ്യാൻ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. ഈ നിയമത്തിന്റെ 7ാം വകുപ്പ് കൃത്യമായി പറയുന്നു ഇതിന്റെ ഏത് ചട്ടവും മുൻകാല പ്രാബല്യത്തോടെയോ പിൽക്കാല പ്രാബല്യത്തോടെയോ ഇത് ഭേദഗതി ചെയ്യാനുള്ള എല്ലാ അധികാരങ്ങളും ആ നിയമത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. ഇനി ചട്ടം എന്ന് പറയുന്നത് ഭേദഗതി ചെയ്യാന്ന് പറയുന്നത് ഒരു നിയമസഭയെ പോലും അവതരിപ്പിക്കുന്ന കാര്യമുള്ളതല്ല. അത് സാമാന്യ നിയമം അറിയാവുന്ന ആൾക്കെല്ലാം അറിയാം. എന്ന് പറയാൻ ഏതെങ്കിലും ഒരു നിയമം ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കി എടുക്കാൻ വേണ്ട ക്രമം എന്താണ്, അതിന്റെ നടപടിക്രമങ്ങൾ എന്താണ്, അത് മാത്രമാണ് ചട്ടം പറയുന്നത്. അപ്പോ യഥാർത്ഥം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഇവിടെ ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഖജനാവ് നിറയ്ക്കാൻ ജനങ്ങളെ ഈ ക്രമവൽക്കരണത്തിലൂടെ പിടിയാൻ തീരുമാനിച്ചിരുന്ന കാര്യം എങ്ങനെ പൊതിഞ്ഞു കെട്ടി മധുരം പുരട്ടി എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീർച്ചയായിട്ടില്ല. അതാണ് ഇവിടെ പ്രശ്നം. ഈ ചട്ടം ഉണ്ടാകാനുള്ള പ്രശ്നം അത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ചട്ടം ഭേദഗതി ചെയ്ത് ഈ പ്രശ്നം പരിഹരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ, ശ്രീ മാധ്യമ പറഞ്ഞു ജനങ്ങൾ കോടതിയിൽ പോകും. ജനങ്ങൾ എന്തിനാ കോടതിയിൽ പോകുന്നത്? ജനങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യ ഭരണഘടന ജനങ്ങൾക്ക് ജനങ്ങൾ കോടതിയിൽ പോകുന്നല്ല ഞാൻ പറഞ്ഞു. അല്ലല്ല, ജനങ്ങൾ കോടതിയിൽ പോകുന്നല്ല ഞാൻ പറഞ്ഞു. ആരെങ്കിലും കോടതിയിൽ പോയാൽ ജനങ്ങളല്ല, ജനങ്ങളല്ലല്ലോ ഈ കേസെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ജനങ്ങളല്ല, പരിസ്ഥിതിവാദികളാണ്. അല്ല, ജനമാണ്. അങ്ങനെ നോക്കുമ്പോൾ ജനമാണ്. പക്ഷേ ഇതിന്റെ ഗുണഭോക്താക്കളുടെ കാര്യമല്ല പറഞ്ഞത്. ജനങ്ങൾ കോടതിയിൽ പോയാൽ ഇവിടെ ഈ പ്രശ്നം ഉടലെടുക്കുമ്പോൾ ഒരു കാര്യം ഉണ്ടായി. ചിന്നക്കനാലില് ഇവിടെ ചിന്നക്കനാലിൽ ഒരു കെട്ടിടം പണിതു. മാത്യു എന്ന് പറയുന്ന ആള് കെട്ടിടം പണിതപ്പോ അവിടെ RDO പോയി തടയാൻ പോയി. അതാണ് പ്രശ്നം ഉണ്ടായത്. അത് തടയാൻ പോയപ്പോ എന്നാ ഈ തടയാൻ എന്താ കാര്യം? ഇവർക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്നുള്ളതാണോ പ്രശ്നം? അവിടെ തടയാൻ പോയി. അപ്പൊ അയാൾ പറഞ്ഞു ചിന്നക്കനാൽ എന്ന് പറയുന്നത് മൂന്നാർ പഞ്ചായത്തിലില്ല. മൂന്നാറിൽ NOC നിയമം പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ 2010 നിയമം മൂലം NOC പ്രാവർത്തികമാക്കിയ മൂന്നാറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചിന്നക്കനാലിൽ അതില്ല. ഞാൻ ചിന്നക്കനാലിൽ കെട്ടിടം പണിയുന്നതിന് ഇതിനെ നിങ്ങൾ അനുമതി നിഷേധിക്കാൻ പാടില്ലെന്ന് അയാൾ പറഞ്ഞു. അയാൾ പറഞ്ഞപ്പോൾ നിങ്ങളെ കൊണ്ട് കെട്ടിടം പണിയാൻ സമ്മതിക്കില്ല എന്ന് ഉദ്യോഗസ്ഥൻ വാശി പിടിച്ചു. അയാൾ കോടതിയിൽ പോയി. കോടതി ചെന്നപ്പോഴാണ് ഈ വാദം ഉയർത്തിയത്. ഈ എല്ലാ പയറ്റിട്ടും അയാളെ തോപ്പിക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് ഹൈക്കോടതിയില് സർക്കാർ വക്കീല് പറഞ്ഞത് ഇത് ചട്ടം ലംഘനമുണ്ടെന്ന്. അപ്പൊ ആ ചട്ട ലംഘനത്തെ കയറി പിടിച്ചു.
അവിടെയാണ് പ്രശ്നം. അപ്പൊ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് നിലവിലൊരു നിയമം ഉണ്ടെങ്കിൽ അതിന് കോടതിയിൽ പോകാനും, കോടതിയിൽ പോയാൽ നിലവിലുള്ള നിയമം അനുസരിച്ച് അയാൾക്ക് പരിരക്ഷ കിട്ടാനും ഉള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഇല്ലാതാക്കാനാണ് ഇവിടെ വി രാജൻ പറഞ്ഞതാണ്. കോടതിയിൽ പോകുമ്പോൾ സർക്കാരിന്റെ ഈ സ്റ്റാൻഡ് നിൽക്കില്ല. കാരണം ജനങ്ങൾക്കുള്ള ഭരണഘടനാപരമായ അവകാശം അനുവദിച്ച് കോടതി കൊടുക്കേണ്ടി വരും. നിലവിലുള്ള കോടതികൾ എന്താ, നിലവിലുള്ള നിയമം വ്യാഖ്യാനിക്കലും മാത്രമാണ് നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സർക്കാർ വളഞ്ഞ വഴിക്ക് ജനങ്ങളെ പിഴിയാൻ ഒരു നിയമനിർമ്മാണം നടത്തിയതും ആ നിയമനിർമ്മാണത്തിന് ഇപ്പൊ എങ്ങനെ ചട്ടമുണ്ടാക്കി ഇതെങ്ങനെ പിഴിഞ്ഞെടുക്കാം, സർക്കാരിന്റെ ഖജനാവിലേക്ക് എങ്ങനെ മുൻകൂട്ടാം എന്നുള്ള ചിന്തയാണ് ഇപ്പോ കുഴച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ജനകീയ സർക്കാരിന് ഒരു കാരണവശാലും ഇതിന്റെ ചട്ടം ആ രൂപത്തിൽ കൊണ്ടുവന്ന് ഇവിടെ ഫലിപ്പിച്ചെടുക്കാൻ കഴിയില്ല. അത് ഉദ്യോഗസ്ഥൻ എന്ത് പറഞ്ഞു കൊടുത്താലും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് പ്രത്യേകിച്ചും ഞങ്ങളൊക്കെ മുമ്പ് പറഞ്ഞിരുന്ന കാര്യമാണ്. ഇടതുപക്ഷ ഗവൺമെന്റ് ഉള്ളപ്പോൾ ഈ നിയമം ഭംഗിയായി കൊണ്ടുവന്നാൽ അത് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഞങ്ങളൊക്കെ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കും. ഞങ്ങൾ എല്ലാവരും ആ കാര്യത്തിൽ ഗവൺമെന്റിന്റെ പല ആളുകളെയും, മന്ത്രിമാരെ അടക്കം നേതാക്കളെ അടക്കം എല്ലാവരെയും കണ്ട് വിശദീകരിച്ചതാണ്. ഇതാണ് ഇതിന്റെ കുഴപ്പം. അപ്പോ സർക്കാർ എന്ത് ചെയ്തത്, ഈ പറഞ്ഞ കുടില ഉദ്ദേശങ്ങളുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഉപദേശം കേൾക്കാൻ തയ്യാറായി. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. അതുകൊണ്ട് ഈ ചട്ടഭേദഗതി എന്ന് പറയുന്നത് കുറ്റമറ്റ രീതിയിൽ ഒരു കാരണവശാലും കൊണ്ടുവരാൻ പറ്റില്ല. അത് സാധിക്കുന്ന കാര്യമല്ല. ഇനി കൊണ്ടുവന്നാൽ പോലും ഇത് ശരിയാവില്ല. ഞാനൊരു കാര്യം പറയാം. ഈ നിയമം ഇപ്പോഴെങ്കിലും പിൻവലിച്ച്, ഇപ്പൊ പാർലമെന്റ് പാസാക്കിയ നിയമം കർഷകരുടെ പ്രക്ഷോഭത്തോട് പിൻവലിച്ച് എടുത്തുകൊണ്ട് നിയമം പിൻവലിച്ച് ആ ചട്ടം ഭേദഗതി കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം. അതാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ശാശ്വത മാർഗം. അതിനപ്പുറത്ത് ഒരു ശക്തിക്കും ഒന്നും ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിയില്ല. അത് പിന്നെ വെറുതെ ആരിനെ പട്ടിയാക്കാന്നൊക്കെ പറയാം. ആരിനെ പട്ടിയാക്കുന്നവര് തന്നെ ആരിനെ പട്ടിയാക്കാന്ന് മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാം. വിവിരാജൻ, ഇപ്പോഴത്തെ ഒരു പൊതുസ്ഥിതി കേരളം എമ്പാടും നോക്കുമ്പോൾ പ്രത്യേകിച്ച് മലയോര ജില്ലകളിലാണ് ലാൻഡ് അസൈൻമെന്റ് പട്ടയങ്ങളുടെ വിഷയം രൂക്ഷമായി നിൽക്കുന്നത്. അങ്ങനെ രൂക്ഷമായി നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ബഹുനില കെട്ടിടങ്ങളെല്ലാം തന്നെ സ്റ്റോപ്പ് അമ്മോ കൊടുത്തിരുന്നിരിക്കുന്നു. കെട്ടിട നിർമ്മാണം പാതിയായതില്ല. അത് കോടിക്കണക്കിന് 10, 300, 400 കോടിയൊക്കെ ചെലവഴിച്ചുള്ള ചില പ്രോജക്റ്റുകൾ നിർത്തിവെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 2 കോടി 3 കോടിയൊക്കെ വിദേശ മലയാളികളൊക്കെ നിക്ഷേപം ഇറക്കിയിട്ടിരിക്കുന്ന പല ബിസിനസ്സുകളും ഇപ്പോൾ ഈ ആകാശത്തിനും ഭൂമിക്കും മധ്യം നിൽക്കുക. അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ അവരുടെ അടുത്ത് ഈ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ നേതാക്കന്മാരും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഒരു സ്വാധീനം ചെലുത്തിയതിനു ശേഷം നിങ്ങളിപ്പോൾ ഒരു പഴയടച്ച് ഈ ക്രമവൽക്കരണം വരുമ്പോൾ ക്രമവൽക്കരണത്തിന് നിങ്ങൾ ഒപ്പം നിൽക്കുക എന്നുള്ളൊരു നെറ്റ്വർക്കിങ് ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മൂന്നാർ അടക്കമുള്ള, വാഗമൺ അടക്കമുള്ള പ്രദേശങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 50 കോടിയും 10 കോടിയും മുടക്കുന്നവർ 15 ലക്ഷവും 25 ലക്ഷവും 50 ലക്ഷവും മുടക്കി എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചെടുക്കുക എന്നുള്ള ഒരു ബ്ലാക്ക് മെയിൽ തന്ത്രം ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് പലയിടങ്ങളിലും. പല കെട്ടിടമുള്ളവർ സംസാരിക്കുന്നു. ഈ റിസോർട്ട് ഓണേഴ്സുമായിട്ടൊക്കെ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ച് ഒരു വിഭാഗം വ്യക്തമാക്കി, അതാണല്ലോ പറഞ്ഞത്. അത്തരം ഒരു കാര്യം നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു വിഭാഗം ആളുകൾ ഈ ചട്ട ഭേദഗതിയെ അനുകൂലിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്ന രീതിയിൽ ഒരു പരിപാടി കൂടി ഇതിനൊപ്പം നടക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും, കാരണം 300 കോടി പോയവന്റെ 50 ലക്ഷം പോകുന്നത് 50 ലക്ഷം കൊടുത്തത് പരിഹരിക്കപ്പെടുമെങ്കിൽ അങ്ങനെ പരിഹരിക്കാനുള്ള ഒരു ശ്രമം കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട് വ്യാപകമായി, പ്രത്യേകിച്ച് മൂന്നാറിൽ. പറഞ്ഞതില് മലയോര മേഖലയിലാണ് കൂടുതൽ എല്ലാ പട്ടയങ്ങളും കൊടുത്തതെന്ന്. 60-ന് ശേഷമുള്ള എല്ലാ പട്ടയങ്ങളും കേരളത്തിന് ആദ്യമായി ഉണ്ടാക്കിയിട്ടുള്ള ഏകീകൃത ഭൂമി പതിവ് നിയമമാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലെ മറൈൻ ഡ്രൈവില് എല്ലാ പട്ടയങ്ങളാകുമ്പോൾ അതൊന്നും മനസ്സിലാക്കണം. മറൈൻ ഡ്രൈവില് അതൊന്ന്. 2, ഈ പറഞ്ഞ ഒരു കാര്യം ഇന്നിപ്പം ബഹുമാനായ പറഞ്ഞതുപോലെ ചട്ടം ഭേദഗതി ചെയ്ത തീരുമാനം. ചട്ടം ഭേദഗതി ചെയ്താൽ ഈ കാര്യങ്ങൾ റെഗുലറൈസ് ചെയ്ത് വീട്ടിൽ പോകാം സർക്കാരിന്. വേറെ ഒരു പരിപാടിയില്ല. പക്ഷെ സർക്കാരിന് ഇപ്പൊ എന്താന്ന് ചോദിച്ചില്ല, സർക്കാരിന് ഒരുപാട് ഇടപെടൽ അവസരങ്ങൾ കിട്ടിയിരിക്കും. 1. 2, സർക്കാരിനെ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ ഇടപെടൽ സൗകര്യം കിട്ടിയിരിക്കും. ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിൽ ഇടപെടലോട് ഇടപെടൽ. ഇപ്പൊ തങ്കസഭ്യത്തിൽ പറഞ്ഞതുപോലെ 10-100 കോടി രൂപ മുടക്കി എല്ലാ പട്ടയത്തിനകത്തൊരു സൂപ്പർ മാർക്കറ്റ് പണിതിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു മാൾ പണിതിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് 1 കോടി രൂപ അകത്തും പുറത്തുമായി കാശ് കൊടുത്താണെങ്കിലും റെഗുലറൈസ് ചെയ്താൽ തീർന്നല്ലോ, എന്നേക്കുമായി പ്രശ്നം തീർന്നല്ലോ. അങ്ങനെ കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകളെ ഈ പദ്ധതിയുടെ പുറകിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഖജനാവിലേക്ക് 10% പൈസ അല്ലെ 20% പൈസ വസൂലാക്കുമ്പോൾ ബാക്കി 80% ഇവിടുത്തെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുടെയും
പൊതുസമൂഹത്തെ കൊള്ളയടിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പോക്കറ്റിലേക്ക് പോകും. അത് കോൺഗ്രസ് പാർട്ടിയുടെ പോക്കറ്റിലേക്ക് ഏതായാലും ഇപ്പൊ പോകത്തില്ല എന്നുള്ളത് വളരെ വ്യക്തം. BJP-ക്കാരന്റെ പോക്കറ്റിൽ പോകില്ല എന്നുള്ളത് വളരെ വ്യക്തം. പിന്നെ ആരുടെ പോക്കറ്റിൽ പോകും എന്നുള്ള കാര്യമാണ് പറയേണ്ടത്. ഇത് എന്താ വെച്ചാൽ വളരെ കൃത്യമായും റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ മുൻനിർത്തിക്കൊണ്ട് വലിയൊരു കൊള്ളയ്ക്ക് കേരളത്തിൽ ഇപ്പൊ ഭൂമി തരം മാറ്റൽ ഓർക്കുന്നുണ്ടോ? അങ്ങനത്തെ മീറ്റർ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഒരു ചർച്ചയിൽ ഒന്നിലധികം പ്രാവശ്യം ഉന്നയിച്ചൊരു കാര്യമാണ്. നമ്മൾ ഈ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഭൂമി തരം മാറ്റൽ കോടതി ഇതില്ലാതെ കൊണ്ട് ശരിയാക്കി തരാം വിളിക്കുക എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ മുഴുവൻ വെച്ചിരുന്നു. നമ്മൾ ഈ ചർച്ചയിൽ ഉന്നയിച്ചതിന് ശേഷം എല്ലാം മാറി. കൈക്കൂലിക്കുള്ള പരസ്യമായ ആഹ്വാനമാണത്. തരം മാറ്റൽ നിന്ന് നിങ്ങൾ കോടതി പോകാണ്ട് ഞങ്ങൾ ഉണ്ടാക്കി തരാം. എന്താ ഉണ്ടാക്കി തരാമെന്ന് അവർ പറയുന്നത്? നാളെ മുഴുവൻ കൈക്കൂലിക്ക് പോസ്റ്റ് അടിച്ചു വെച്ചിരുന്നു കേരളത്തിൽ മുഴുവൻ. അറിയില്ലേ? കണ്ടില്ലേ? തരം മാറ്റൽ എന്ന് പറഞ്ഞതുപോലെ ഒരു തരം മാറ്റൽ പരിപാടിയാണ് ഇന്നിപ്പോ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഇത് ജനങ്ങളെ കൊള്ളയടിക്കലാണ്. ജനങ്ങളെ കൊള്ളയടിക്കല, പരസ്യമായ അഴിമതിയുടെ ആഹ്വാനമാണ് ഈ നിയമനിർമ്മാണം. ഇപ്പൊ നിയമമില്ല, ചട്ടവും. ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് ഗവൺമെന്റിന് ബോധ്യപ്പെടുന്ന പക്ഷം ഒരു വാക്കിനകത്ത് എഴുതി ചേർക്കുന്നുണ്ട്. ഗവൺമെന്റിന് ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ആരെയും ബോധ്യപ്പെടുത്തണം, ഉദ്യോഗസ്ഥനെ ബോധ്യപ്പെടുത്തണം. ഉദ്യോഗസ്ഥനും ഇടനിലക്കാരനെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളതിൽ എന്റെ കാര്യം. വേറെ എന്താ കാര്യം? ഇതൊരു കോടതിക്ക് പോയി ചോദ്യം ചെയ്യാൻ പറ്റുമോ ഈ ജനത്തിന്? ഈ നിയമം ഉണ്ടായി കഴിഞ്ഞാൽ കോടതിക്ക് പോയി ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഗവൺമെന്റിന് ബോധ്യപ്പെട്ടാൽ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുക. അപ്പൊ ജനങ്ങളെ മുഴുവൻ ബന്ദികളാക്കി മാറ്റുന്ന ഒരു നിയമമാണിത്. ഇത് ജനങ്ങൾക്ക് ഒരു തരത്തിലും അവരുടെ ഈ പറഞ്ഞ ഇതിൽ നിന്ന്, അഴിമതിയിൽ നിന്ന്, അല്ലെങ്കിൽ അവർക്ക് സുഗമമായി ഒരു സ്ഥാപനം ഉണ്ടാക്കി നിയമപരമായി സർക്കാരിലേക്ക് ഫീസ് അടയ്ക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇടനിലക്കാരന് കാശ് കിട്ടുന്ന പരിപാടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതിനുള്ള ചട്ടം എന്താണെന്നുള്ളതാണ് ആലോചിച്ചത്. അത്ര ഒരു കാര്യവും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിശേഷിച്ച് LDF ആവശ്യപ്പെട്ടിട്ടുള്ളത്. പറയട്ടെ ഇതിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് പൊതുസ്ഥാപനങ്ങൾ ആയിട്ടുള്ളതിൽ നിന്നും, പൊതുജനങ്ങളുടെ ഉപയോഗമുള്ളതിൽ നിന്നും, ഷോപ്പ് സൈറ്റുകളിൽ നിന്നും, മറ്റതുപോലുള്ള പൊതുജന ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളവയിൽ നിന്നും ഒന്നും ഒരുതരം ഫീസും ഈടാക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടുണ്ട്. രണ്ട്, ആരിൽ നിന്ന് ഈടാക്കാമെന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ആ നിലപാടെന്ന് പറയുന്നത്, നിലവിലുള്ള നിയമത്തിൽ NOC വാങ്ങാതെ അനധികൃതമായി വ്യാവസായിക ആവശ്യങ്ങൾക്കോ അതുപോലുള്ള ആവശ്യങ്ങൾക്കോ വേണ്ടി നിർമ്മിച്ചിട്ടുള്ളവയിൽ നിന്ന് ഈടാക്കണമെന്നും, അങ്ങനെ ഈടാക്കുമ്പോൾ ഒരു പെനാൽറ്റി ഈടാക്കുമ്പോൾ ആ പെനാൽറ്റി അതിന്റെ വിസ്തൃതി അനുസരിച്ച് അതിനെ ഏരിയ റേഷ്യോ ആയി നിശ്ചയിച്ചുകൊണ്ട് അത് മാത്രമേ ഈടാക്കാവുള്ളെന്നും, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കാര്യത്തിൽ ഇടപെടാനും അഴിമതി നടത്താനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ചട്ടം വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടാണ് ചട്ടമായി ഈ വരാൻ പോകുന്നത്. ആ നിലപാട് ചട്ടമായി വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ ഉന്നയിച്ച ആക്ഷേപങ്ങളെല്ലാം ഇല്ലാതെയാകും. അല്ല, വിധത്തിൽ നടക്കുന്ന കാര്യമാണോ ഇതൊക്കെ? അല്ല, അത് രണ്ടുതരം പൗരന്മാരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കണ്ട. പൗരന്മാരെ ഒന്നും സർക്കാർ സൃഷ്ടിക്കുന്നില്ല. പിന്നെന്താ നിങ്ങൾ പറഞ്ഞ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഞാന് ബി രാജൻ, മാത്യു വർഗീസ് 4 പേര് കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ 4 പേർക്കും 4 നീതി എങ്ങനെ വരുന്നത്? അതിൽ ഒരാളോട്, മാത്യു വർഗീസിനോട് മാത്രം ഫീസ് ഈടാക്കാം എന്ന് പറയുന്നൊരു കഥയുണ്ടോ? അതെന്നെ പൊതുസ്ഥാപനമാണ്. അതെങ്ങനെയാണ് പൊതുസ്ഥാപനമല്ല, നിങ്ങളെ പോലുള്ള ആളുകൾ, പോലുള്ള പാർട്ടികൾ ഭരിക്കുമ്പോൾ ഇത്തരം പരിപാടി ഉണ്ട്. അതുകൊണ്ട് അതിനൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന നല്ലത് തന്നെ. ഇവിടെ എല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ടും എല്ലാ ആവശ്യങ്ങൾ, എല്ലാ ജനങ്ങളെയും വിഡ്ഢികളാക്കിക്കൊണ്ട് ഇവിടെ പ്രത്യേകമായ സ്വന്തമായ സ്വത്ത് സമ്പാദനത്തിന് ലക്ഷ്യമിട്ടുകൊണ്ട് എല്ലാ നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ചില ആളുകൾ ചില നിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ നിർമ്മാണങ്ങൾക്കാണ് ഇവിടെ പിടി വീഴാൻ പോകുന്നത്. വേറെ ഒന്നിനും ഒരു പിടിയും വീഴാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ നിങ്ങൾ 2 തരം പൗരന്മാരെന്നൊക്കെ വക്കാലത്ത് പറയുന്നത് ആർക്ക് വേണ്ടിയാണ്?
ഗ്രാമപഞ്ചായത്തിന്റെ ബിൽഡിംഗ് റൂൾ അനുസരിച്ച് കെട്ടിടത്തിന് എനിക്ക് സന്തോഷമുള്ള കാര്യം ഏത് കെട്ടിടങ്ങളാണ് നിങ്ങൾ കണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇടിച്ചു പൊളിച്ചു കളയാം. അല്ലല്ല ന്റെ കാലത്ത് ഇടിച്ചു പൊളിച്ചു കളയുക. നിങ്ങൾ ഇടിച്ചു പൊളിച്ചു അവന്റെ പിരിക്കാൻ പോണേനത്ര അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് കള്ളന് കഞ്ഞി വെക്കുന്നു, അതാണ് ചെയ്യുന്നത്. അല്ല തന്നെ എനിക്ക് സന്തോഷമുള്ള വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം പറയാം. ആ കാര്യം വേറൊന്നുമല്ല, ഇത്തരം ഒരു നിയമവും ഓരോ കാര്യവും ആവശ്യമില്ല, ഒരു പട്ടയവും ആവശ്യമില്ല. ഇത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനുള്ള അവന്റെ ഒരു അവകാശം നിലനിർത്തണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വീകാര്യമാകും. പട്ടയം വേണ്ട, നിങ്ങൾക്ക് സ്വീകാര്യമാകുമോ? നിങ്ങൾക്ക് സ്വീകാര്യമാകും. ഞങ്ങൾ പറഞ്ഞത് എന്റെ ഒരു അഭിപ്രായം, ഇത് കേരള സംസ്ഥാനമാണ്. കേരള സംസ്ഥാനത്ത് ഏകീകൃത ഒരു ഭൂനിയമമാണ് വേണ്ടത്. അത് ഒരുപോലെ ആയിരിക്കണം. അവിടെ നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്ക് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ അവിടെ ഓരോ സ്ഥലത്തുണ്ടെങ്കിൽ അങ്ങനെ ബാധകമായിക്കോട്ടെ, അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. പക്ഷേ ഈ പറയുന്ന രീതിയിലുള്ള എന്നോട് പിരിക്കാം, PMBയോട് പിരിക്കാൻ പാടില്ല, PMB ഞാൻ ഒരേ കുറ്റകൃത്യം ചെയ്തെങ്കിൽ PMBനെ രക്ഷപ്പെടുത്താം, തങ്കച്ചനെ പിടിച്ചോ എന്ന് പറയുന്നില്ല. എന്താണ് കഥ? ആ കാര്യത്തിൽ ഒരു ചെറിയ അഭിപ്രായം പറയാനുണ്ട്. അതായത് ഒരു കെട്ടിടം വെറുതെ ഉണ്ടാവില്ല. 100 കോടി രൂപ അല്ലെങ്കിൽ 200 കോടി രൂപ മുടക്കി ഒരു കെട്ടിടം ഉണ്ടാകുന്നതിന് ഒരുപാട് നിയമപരമായ കാര്യങ്ങൾ കടമ്പകൾ കിടക്കണം. പഞ്ചായത്ത് പ്ലാൻ വേണം, എസ്റ്റിമേറ്റ് വേണം, പഞ്ചായത്തിൽ പോകണം, പെർമിറ്റ് എടുക്കണം, ലൈസൻസ് എടുക്കണം, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെല്ലാം ശേഷം ബാങ്കിൽ നിന്ന് 100 കോടി രൂപ ലോൺ കൊടുക്കണമെങ്കിൽ എന്തെല്ലാം നൂലാമാലകളുണ്ടെന്ന് ആലോചിക്കണം. വർഷങ്ങൾ നീണ്ട 30 വർഷം 40 വർഷത്തെ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ്, എൻകംപ്രൻസ് സർട്ടിഫിക്കറ്റ് എടുക്കണം. അതിന് ബാധ്യതയെല്ലാം തെളിയിക്കണം. ഈ ഭൂമി കിട്ടിയത് എങ്ങനെയാണെന്നുള്ള കാര്യം തെളിയിക്കണം. ഇതെല്ലാം തെളിയിച്ചതിന് ശേഷം ബാങ്കിൽ നിന്ന് 100 കോടി രൂപ ലോൺ കൊടുത്തിട്ട് ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ആ കെട്ടിടം നിയമപരമല്ല, അതിന് ഇനിയും പണം ഞങ്ങൾക്ക് വേണം എന്ന് പറയാനുള്ള അവകാശം ഏത് ഗവൺമെന്റിനാ ഉള്ളത്? നിയമപരമായിട്ടല്ല. അങ്ങനെ ഏതെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഗവൺമെന്റ് പറഞ്ഞാൽ തെറ്റാണ്. ഇല്ല, അങ്ങനെ ഏതെങ്കിലും ഗവൺമെന്റ് പറഞ്ഞാൽ തെറ്റാണ്. ഈ പറഞ്ഞ എല്ലാ നടപടിയും പൂർത്തീകരിച്ചിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ബിൽഡിംഗിന്റെ ഏതാണ് മൂന്നാറില് ഏതാണ്ട് 125ഓളം കെട്ടിടങ്ങൾ 3000 കോടി രൂപയുടെ കെട്ടിടങ്ങളാണ് പൊളിച്ചു കളഞ്ഞത് അച്യുതാനന്ദ ഗവൺമെന്റ് കാലത്ത്. സുപ്രീം കോടതി പോയി ക്രൗഡിന് 150 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് സുപ്രീം കോടതി വെച്ചിരിക്കുക. ചെറിയ കാര്യമല്ല. അപ്പൊ ഇത് നിയമപരമായി പണിതാണെന്നും ഇത് അനധികൃതമായി 3 കരിമ്പൂച്ചകളെ വിട്ട് പൊളിച്ചതാണെന്നും കോടതി പറഞ്ഞിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നിയമം അനുസരിച്ച ഞാൻ പറയുന്നത് ഇങ്ങനെ പൊതു നിയമങ്ങൾ ഉണ്ടാകണം, അല്ലാതെ ഇവിടെ വിവേചനം പാടില്ല. ഭരണഘടന അനുസരിച്ച് എല്ലാ മനുഷ്യരും തുല്യരാണ്. പറഞ്ഞത് അല്ല, ഈ നിയമത്തിൽ യാതൊരു വിവേചനവും ഇല്ല, ഒരു വിവേചനവും ഇല്ല, ഉണ്ടാകാൻ പോകുന്ന ഘട്ടത്തിലും ഇല്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. അല്ലല്ല അതൊക്കെ നടന്ന കാര്യം, അത് നടന്ന കാര്യം, അത് പോയ കാര്യം. ഇപ്പോൾ ആ കാര്യമല്ല. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ നിയമം ഉണ്ടായിട്ടുണ്ട്, അതിന്റെ ചട്ടം ഉണ്ടാകുന്നുണ്ട്. ആ ചട്ടത്തിൽ നിയമവിരുദ്ധമായി ഒരനുമതിയുമില്ലാതെ നിർമ്മിച്ചിട്ടുള്ള സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചിട്ടുള്ള ബിൽഡിങ്ങുകൾക്ക് പെനാൽറ്റി ഈടാക്കി അവർക്ക് കൊടുക്കും. അത്രയേ ഉള്ളൂ. അത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെയാണ് എന്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ. അവിടെ അല്ല, അത് സർക്കാർ വരെ പോയി എന്നുള്ളതൊക്കെ വേറൊരു കാര്യമാണ്. സർക്കാർ പോയില്ല, സർക്കാർ സമയത്ത് ഇടപെട്ടില്ല, സർക്കാർ തടസ്സപ്പെടുത്തിയില്ല എന്നുള്ളതൊക്കെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നേ. തർക്കമില്ലെന്നേ, തർക്കമില്ല. അതൊക്കെ അഴിമതിയാണ്. പക്ഷെ ഇനി വരുന്ന ഈ ചട്ടത്തിൽ അഴിമതിക്കുള്ള വഴികളെല്ലാം ഒഴിവാക്കിയേ ചട്ടം ഉണ്ടാവും. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാം. മൂന്നാറിലെ ഇതിന്റെ ആമുഖത്തിൽ എന്താ പറയുക? നിയമത്തിന്റെ മൂന്നാറിലെ പ്രശ്നം പരിഹരിക്കാൻ ഈ നിയമം വഴി എങ്ങനെ കഴിയും? മൂന്നാറിൽ വേറെ നിയമമാണ്. 1971 ലാൻഡ് റിസർവേഷൻ ആക്ട് ആണ് മൂന്നാറില്. അവിടെ ഈ നിയമത്തിന് ഗുണമില്ല. പിന്നെ കൈയേറ്റങ്ങൾ പരിഹരിക്കാൻ എന്നാ പറയുന്നത്. ആമുഖത്തിൽ പറയുന്ന കൈയേറ്റം പരിഹരിക്കാൻ 1957 ഉണ്ടാക്കിയ നിയമം, 58 ഉണ്ടാക്കിയ ചട്ടങ്ങള്, ലാൻഡ് കൺസർവേഷൻ ആക്ട് ഈ കേരളത്തിൽ നിലവിലുണ്ട്. പിന്നെ എങ്ങനെയാണ് ഭൂമി കൈയേറ്റം പിടിച്ചെടുക്കാൻ പാടില്ലേ? ഇനി വേറെ 100 കോടി രൂപ മുടക്കിയവൻ നിയമമില്ലാതെ NOC ഇല്ലാതെ മറ്റൊരു പറഞ്ഞ പോലെ ഇവിടെ കെട്ടിടം നിർമ്മിക്കുമോ? ആർക്കാണ് അത്തരം മണ്ഡലങ്ങളുള്ളത്? ഒരാളും നിർമ്മിക്കില്ല. അവരെല്ലാ രീതിയിലും നോക്കിയതിനു ശേഷം മാത്രമേ അവരുടെ പോക്കറ്റിലെ പണം മുടക്കുള്ളൂ. മുടക്കിയ പണം ലീഗലായിട്ട് ചെയ്തിട്ട് പോലും പൊളിച്ചു കളഞ്ഞ സാഹചര്യം ഇവിടെയുണ്ട്. അതൊരു ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പൗരൻ പണം മുടക്കി കഴിഞ്ഞാൽ അത് സംരക്ഷിക്കപ്പെടണം, നിയമപരമായിട്ടാണ് സംരക്ഷിക്കപ്പെടണം. അല്ലാത്ത ഭൂമിയിൽ എവിടെയാണ് കെട്ടിടമുള്ളത്? ഏത് കെട്ടിടമുള്ളത്? അല്ല, ഇനി അങ്ങനെ പൊളിച്ചു കളയുന്ന യാതൊരു സമ്പ്രദായവും ഇല്ല. ഇനി പൊളിക്കൽ എന്ന് പറയുന്ന വിഷയവും ഇല്ല. ഈ വിഷയത്തിൽ ചർച്ച നടത്തേണ്ടതുണ്ട്. പക്ഷെ
ഈ സമയപരിധിയിൽ അവസാനമായിട്ട് ഓരോ മിനിറ്റിലും പാനലിൽ നൽകിയാണ് മീഡിയാവിൻ അവസാനമായി ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് അങ്ങേക്ക് എന്താണ് പറയുന്നത്? എനിക്ക് പറയാനുള്ളത്, ഒന്ന്, ഒരു ചട്ടഭേദഗതിയിലൂടെ സർക്കാരിന് പറ്റിയൊരു തെറ്റ് പരിഹരിച്ച് പോകാവുന്ന ഒരു കാര്യമാണ്. ഒരാളുടെ പരാതിയിൽ കോടതിയിൽ വന്നൊരു കാര്യത്തിനാണ് കേരളത്തിലുള്ള മുഴുവൻ ആളുകളെ ശിക്ഷിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത് ആയിരക്കണക്കിന് കോടി രൂപയുടെ കൊള്ളയടിക്കുള്ള അവസരമാണ് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും തുറന്നിട്ടിരിക്കുന്നത്. അത് കൂടാതെ കൊണ്ട് ഇപ്പോൾ ബഹുമാന്യനായ രവി സാർ പറഞ്ഞതുപോലെ എല്ലാവിധ ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ അതിനെ റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടി അവരിനി ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ പോയി നിൽക്കേണ്ടത് ശരിയാണ്. കേരളത്തിൽ ആരും പൈസ ഇറക്കാൻ പറ്റില്ല, ഒരു കെട്ടിടം പോലും പണിയാൻ നടവരില്ലാത്ത സ്ഥിതിവിശേഷം. ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചട്ടഭേദഗതി വരുമ്പോൾ യാതൊരു കാരണവശാലും ഈ ആശങ്കപ്പെടുന്ന തരത്തിലുള്ള ഒന്നും അതിൻ്റെ അകത്തുണ്ടാവില്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ഇത് പരിഹരിക്കപ്പെടും. എന്നാൽ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നത്, ഒരു തരം അനുമതിയുമില്ലാതെ പണിതിട്ടുള്ള നിർമ്മാണങ്ങൾ, ആ നിർമ്മാണങ്ങൾക്ക് മാത്രമാണ് പെനാൽറ്റി ഈടാക്കുക. പൊളിച്ചു കളയുന്ന പദ്ധതിയേ ഇല്ല, അവരിൽ നിന്ന് ഏറ്റെടുക്കുന്ന പദ്ധതിയേ ഇല്ല. അതിന് അതായത് വളരെ കൃത്യമായി പറയുന്നത്, ഒരു തരം അനുമതികളുമില്ലാതെ നിർമ്മിച്ചിട്ടുള്ളവയ്ക്ക് മാത്രമാണ് ഒരു പെനാൽറ്റി ഈടാക്കി അത് അവരുടേതായി അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതൊരു വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നിയമം ഭേദഗതി ചെയ്തു, ചട്ടം വന്നു, ഇനി ആ ചട്ടം കൃത്യമായി വരും. അഴിമതിയുടെ പഴുതുകളെല്ലാം അടച്ചുകൊണ്ടുള്ള ചട്ടം വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ മാത്യു റീസ് പറഞ്ഞതിന് മറുപടി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഒരു കാര്യം പറയാം, കോടിക്കണക്കിന് രൂപ മുടക്കി ലക്ഷോപലക്ഷം ജനങ്ങൾ 30 ലക്ഷത്തോളം കെട്ടിടങ്ങൾ ഇവിടെ പണിത് തീർത്തിയിട്ടുണ്ട്. ഈ കെട്ടിടങ്ങൾ പണിയാനുള്ള സ്ഥലങ്ങളുണ്ട്. അവയെല്ലാം തുല്യമായി ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന ആ അവകാശങ്ങൾക്കനുസരിച്ച് നിയമപരമായി കെട്ടിടങ്ങൾ തുറന്നു പോകാൻ ഇനി പുതിയ ഫീസ് കൊണ്ടുവരാൻ സാധിക്കില്ല. അത് ഇനി കെട്ടിടം പണിയുന്ന ആളുകൾക്ക് നിലവിലുള്ള ഫീസുകൾ കൊടുത്തുകൊണ്ട് നിയമപരമായി കെട്ടിടം പണിയാനുള്ള അനുമതി കൊടുക്കണം. മറ്റൊരു കാര്യം, ഇപ്പൊ നിലവിൽ കെട്ടിടം പണിയുന്നതിനും അതുപോലെയുള്ള ടാക്സ് എല്ലാം സ്ഥലം കച്ചവടം ചെയ്യുമ്പോൾ ഉള്ള മുദ്രവില എല്ലാം വാങ്ങിച്ചാണ്. അത്തരം കാര്യങ്ങളൊന്നും ഇനിയും കെട്ടിയേൽപ്പിക്കാൻ ആളുകളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ തയ്യാറാകരുത്. അങ്ങനെ തയ്യാറാകാതെ ഉള്ള രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം നടത്താൻ കഴിയുമെങ്കിൽ തീർച്ചയായും അത് കഴിയുന്ന മുറയ്ക്ക് തീർച്ചയായും സപ്പോർട്ട് ചെയ്യും. അല്ലാത്ത പക്ഷം ഈ തരം കേന്ദ്രങ്ങളുമായി വരുന്ന കാര്യങ്ങളെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. അത് എതിർക്കപ്പെടുന്നതാണ്.